ഹായ് ഗൈസ്, സുഖമാണോ? നമ്മൾ കണ്ടിട്ട് കുറേ നാളായെന്നറിയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. നിസാമിൻ്റെയും ഗോൾക്കൊണ്ടിൻ്റെയും ഒക്കെ കഥ പറഞ്ഞിട്ടുള്ള ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു നാട്ടിലത്തെ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച്. ഈ യൂണിവേഴ്സിറ്റി കണ്ട സമയത്താണ് അവസരങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്കൊന്നും പോവാതിരുന്ന് എന്നുള്ള ഒരു ഖേദം ഉണ്ടായത്, ഒരു കൈൻഡ് ഓഫ് ദർദ്. നിങ്ങൾ ഹൈദരാബാദിന്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ, HU എന്ന് അടിച്ചു നോക്കിയാൽ അതിൽ കാണാം ഈ ഒരു പോർഷൻ മാത്രം എന്താണ്, പ്രത്യേകിച്ച് ഒരു ഗ്രീനറിയിൽ ഇങ്ങനെ കാണാം, ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം പോലെ. 2300 ഏക്കറോളം വിശാലമായി കിടക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി. എന്ത് രസമാണ്! ഇപ്പം ഞാൻ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ കോളേജിലാണ്. അതുകൊണ്ടാണ് ഈ എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ? പതിവ് പോലെ നമ്മൾ ഈ വീഡിയോനെ പല പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ട്രാവൽ ആൻഡ് ലൊക്കേഷൻ, എങ്ങനെ അവിടെ എത്തിപ്പെടാന്നുള്ളതാണ് സിമ്പിൾ. പിന്നെ രണ്ടാമത്തതാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ, ലൈബ്രറി, പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. പിന്നെ മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. നാലാമത്തത് കുറച്ച് വാവ് ഫാക്ടേഴ്സാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് പോലെ തന്നെ. അഞ്ചാമത്തത് അഡ്മിഷൻ, പിന്നുള്ളത് കമ്പാരിസൺ ആണ്. ഞാനും ആമിർ അങ്കിളും രാത്രി ഒരു 11:30 ബുധനാഴ്ച കാച്ചിഗുഡ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ കയറി. അപ്പം അതിൽ ജനറലാണ് എടുത്തത്. ജനറൽ 350 രൂപ ആയിട്ടേ ഉള്ളൂ. ഹൈദരാബാദിൽ 11:30 എത്തും. പിറ്റേന്ന് 11:30 രാത്രി നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ 11:30 എത്തുകയാണെങ്കിൽ അപ്പം തന്നെ ലിംഗപ്പള്ളിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. 10 രൂപയുള്ളൂ. നേരെ ലിംഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓട്ടോ അല്ലെങ്കിൽ ഊബറോ പിന്നെ അല്ലെങ്കിൽ ബസ് എങ്ങാൻ കിട്ടും. സിറ്റിന്റെ നോർത്ത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഇത് അറൗണ്ട് അവിടെ എത്താനുള്ള ചെലവ് എന്ന് പറയുന്നത് വെറും 400 രൂപയുള്ളൂ. ജനറലൊക്കെ ധാരാളം കേട്ടോ. അതായത് കോഴിക്കോട് നിന്ന് അവിടെ എത്തുന്നത് വരെ, അതായത് കാച്ചിഗുഡ എത്തുന്നത് വരെ പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. തിരിച്ചും അതേ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. തിരക്കിലായിരുന്നു. ഞങ്ങൾ വിശാലമായിട്ട് ബർത്തിൽ കിടന്നുറങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാനും ആമിർ അങ്കിളും കൂടിയിട്ട് HUവിന്റെ നോർത്ത് ഭാഗത്ത് ബസ് ഇറങ്ങും. വിചാരിച്ചു, PUവിൽ കുറച്ചായിട്ട് സീൻ ഉണ്ടായിരുന്നു, സെക്യൂരിറ്റിക്കാരെ ഇവർ കടത്തി വിടുന്നതിന് എന്തെങ്കിലും പ്രശ്നമാക്കും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി ചോദിച്ച്, അപ്പം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങളെ കടത്തിവിട്ട് ഇടത്ത് ഭാഗത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ്. കുറച്ചും കൂടി പോയ സമയത്ത് അവിടെ ഉണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വിശാലമായിട്ടുള്ള വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ്. അത്രയൊന്നുമില്ല, എന്നാലും കൊള്ളാം. മുടി വെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എന്താക്കി, ഒരു ലെമൺ ടീ കുടിച്ച്. ഹണി ലെമൺ ടീ, എന്താ ടേസ്റ്റ് അറിയും. ഇങ്ങനെ ഹൈദരാബാദിൽ അതുവരെ ഫുഡ് അടിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലും എത്തിയ സമയത്ത് പുതിയൊരു ടേസ്റ്റ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മളെ പഴയകാല കമ്പനിക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് അവരായിട്ട് കുറച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മെയിൻ കമ്പനിക്കാരൻ അവനെന്തായാലും ബൈക്കായിട്ട് നേരെത്തി. അങ്ങനെ ബൈക്കായിട്ട് നേരെത്തി ഞങ്ങൾ ആ ബൈക്കുമ്പോൾ കയറി നേരെ ഓൻ്റെ ഹോസ്റ്റലിലേക്കാണ് പോയത്. ഓൻ്റെ ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലിലെ മുറികളൊക്കെ കാണിച്ചത്. അടുത്ത ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരു സെമസ്റ്ററിലേക്ക് 500 രൂപയുള്ളൂ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത്. മെസ്സിന് വേറെ ഉണ്ട് കേട്ടോ. മെസ്സിന് എനിക്ക് തോന്നുന്നത് 75 മുതൽ 100 രൂപ വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. അത് പിന്നെ കഴിക്കുന്നതിനനുസരിച്ചും പിന്നെ ലീവ് എഴുതി കൊടുക്കുന്നതിനനുസരിച്ചും അങ്ങോട്ട് മാറാൻ മതി. അപ്പോൾ എറൗണ്ട് നോക്കിയാൽ ഡെയിലി മെസ്സിന് എന്താണ് ഒരു 100 രൂപ. പിന്നെ അതുപോലെ തന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഹോസ്റ്റൽ ഫീസായിട്ട് ഒരു 500 രൂപ. എല്ലാം കൊണ്ടും നല്ല സുഖ സൗകര്യമുള്ള ഒരു സ്ഥലം. ഒരു 10-23 ഹോസ്റ്റലുകളുണ്ട്. പിന്നെ എല്ലാവർക്കും ഹോസ്റ്റൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളതും അവൻ പറയണ്ടായി. ഫുഡൊക്കെ ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി ഭക്ഷണം, എനിക്കിഷ്ടമായി. പിന്നെ നോർമലി ഹൈദരാബാദ് നിങ്ങൾക്ക് അറിയാലോ, ഭക്ഷണം എന്ന് പറയാം, ഭക്ഷണത്തിലാണ് ഹൈദരാബാദ് ഇങ്ങനെ കിടക്കുന്നത്. ഫുഡിന്റെ കൾച്ചറാണ് യഥാർത്ഥത്തിൽ ഹൈദരാബാദിന്റെ കൾച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് പദവിയുള്ള ചുരുക്കം ചില യൂണിവേഴ്സിറ്റി പെട്ട ഒന്നാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിന്റെ ഹൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എസ്പെഷ്യലി ഈ സൗത്തിൽ ഇത്രത്തോളം അടിപൊളിയായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി വേറെ ഇല്ല. ഇതൊക്കെ വരുന്ന സമയത്ത് നോർമലി NIRF റാങ്കിങ്ങിലും ഏറ്റവും മികച്ച റാങ്കിങ് സ്ഥാനം പുലർത്തും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇന്റഗ്രേറ്റഡ് UG കോഴ്സുകൾ, PG കോഴ്സുകൾ, പിന്നെ ഒരുപാട് അല്ലാത്ത കോഴ്സുകളും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒന്നും ഇതിൽ നോക്കുന്നില്ല. ഒരു ഓവറോൾ യൂണിവേഴ്സിറ്റി സെറ്റപ്പ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ അവിടുത്തെ അതാത് ഡിപ്പാർട്ട്മെന്റിലുള്ള പിള്ളേരായിട്ട് കണക്ട് ചെയ്ത് തരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ലൈബ്രറി 24/7 സ്വർഗം. ഇതിലപ്പുറം എന്തെങ്കിലും വേണം. അതായത് UPSCക്കാരൊക്കെ ഒരു ഹെവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഈ ഒരു യൂണിവേഴ്സിറ്റിനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും അതുപോലത്തെ ഒരു കൾച്ചറും ഈ HUവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ധാരാളം പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് HUവിൽ ലഭിക്കുന്നതാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, അക്കാഡമിക് പരമായിട്ട് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമാണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്വർഗ്ഗമാണ്. പഠിക്കണം അങ്ങനത്തെ ഒരുത്തൊക്കെ നിങ്ങൾ കിട്ടുമെങ്കിൽ നോക്കി. സൗത്തിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നോക്കുക. കൾച്ചർ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ വരില്ല, ഭാഷ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ വരില്ല, പിന്നെ വലിയ രീതിയിലുള്ള പേടിക്കേണ്ട, ഒരു ദിവസം മതി വീട്ടിലെത്താൻ. ഇതൊക്കെ വെച്ച് നോക്കുമ്പം HU എന്തുകൊണ്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അക്കാഡമിക് പരമായിട്ടും കൾച്ചറൽ, പൊളിറ്റിക്കൽ, നല്ല ഫെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാം കൂടെ നോക്കുമ്പോൾ കിടിലാണ്. നല്ല യൂണിവേഴ്സിറ്റി,
പഠിക്കാണ്ട് അവിടെയൊക്കെ പഠിക്കാണ്ട് ഏതോ പൊട്ട യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ തെണ്ടി നടന്നതിൽ ഞാൻ ഈ ടൈമിൽ ഖേദിക്കുന്നുണ്ട്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് കുറച്ച് വാവ് ഫാക്ടേഴ്സിലേക്കാണ്. ഒന്നാമത്തെ ആയിട്ട് തന്നെ ദി വൈൽഡ് ലൈഫ് കണക്ഷൻ. നമ്മളൊരു കാട്ടിലിട്ടിട്ട് ഇങ്ങനെ വളർത്തുകയാണ്, മക്കളെ നിങ്ങൾ പഠിച്ചോളി, നിങ്ങൾ അവിടെ പോയിക്കോളി, ഇവിടെ പോയിക്കോളി, ആ പാറമ മണ്ടി കയറിക്കോളി, ഇവിടെ പോയിക്കോളി, കുറച്ച് ആ ലേക്കിൻ്റെ സൈഡിൽ പോയിരുന്നോളി, അവിടുന്ന് പഠിച്ചോളി. ഈ നഗരത്തിൻ്റെ അലോസരപ്പെടുത്തലുകളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളത് അതൊരു നല്ലൊരു വാവ് ഫാക്ടറാണ്. ബിക്കോസ് അവിടെ മാനിനെ കണ്ടിട്ടുണ്ട്, പിന്നെ മയിലിനെ കണ്ടിട്ടുണ്ട്, അതൊക്കെ ധാരാളം. റിസർവ്ഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചോളൂ, അത്രയും രസമുള്ളൊരു സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഒരു പീകോക്ക് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്ക്, അവിടെ ഞാൻ കണ്ടിട്ടില്ല ആക്ച്വലി. പക്ഷെ അവനിങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ പോയിട്ട് ഉള്ളൊരു വ്യൂ, പിന്നെ അതിൻ്റെ സൈഡിൽ പിള്ളേരിരുന്ന് പഠിക്കുന്നത്. എടാ, യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലാണ് നിങ്ങളിത് ഓർക്കണം. 2300 ഏക്കറിൽ പരന്നെടുക്കുന്ന യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ. പിന്നെന്തോ ഒരു ഹിൽ ക്ലൈംബ് കമ്മ്യൂണിറ്റിയോ അതൊക്കെ കുറിച്ച് പറഞ്ഞാൽ എന്നോട് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ആ പീകോക്ക് ലേക്കിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ട്, അതും അടിപൊളിയായ മോർണിംഗ് വ്യൂ ഒക്കെ. അത് മിസ്സായ ഒരു സാധനമാണ്. അത് ഒന്നും കൂടി പോയി എപ്പോഴെങ്കിലും ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഒന്ന് കാണുന്നുണ്ട്. അറിയാവുന്നത് പോലെ ഇന്ത്യയിലെ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ CUT അണ്ടറിലാണ്. സ്വാഭാവികമായിട്ടും HU നിങ്ങൾക്ക് CUT എഴുതിയിട്ടാണ് കയറേണ്ടത്. CUT UG, CUT PG. നമ്മൾ കടക്കാൻ പോകുന്നത് കമ്പാരിസണിലേക്കാണ്. DU, PU, അതുപോലെ തന്നെ CUH. DU നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അത്രത്തോളം ചിലവാണ് ഒന്നാമത്തത്. ആ ഒരു ചിലവ് എന്താവില്ല, നിങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടി വരില്ല. പിന്നെയാണെങ്കിൽ DU ഡൽഹിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നഗരത്തിൻ്റെ ആ ഒരു അലോസരപ്പെടുത്തൽ DUവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സൗത്തിലുള്ള നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ HU ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അങ്ങേർക്ക് ഒരുപാട് ദൂരം പിന്നിലാണിത്. ബാക്കിയുള്ള പല കാര്യങ്ങളിലും, അതായത് പ്രകൃതിദത്തപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പിയും അതുപോലെ തന്നെ HUയും ഇങ്ങനെ ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് HU എന്നുള്ളൊരു ഓപ്ഷനാണ് പിയുവിനേക്കാൾ എത്രയോ അടിപൊളി എന്ന് പറഞ്ഞാൽ ആദ്യം HU, പിന്നെ കുറേ കഴിഞ്ഞിട്ട് PU, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ CUHൻ്റെ കാര്യം എടുത്താൽ CUH എന്ന് പറഞ്ഞാൽ എന്താടാ, അതിങ്ങനെ പച്ചപ്പ് എന്നൊക്കെ പറയും, പക്ഷേ ഇങ്ങനെ കരിഞ്ഞൊണങ്ങി കിടക്കുകയാണ്. പിന്നെ നോർത്തിലാണ്, ഹരിയാനയിലാണ്. ഈ ഒരു രസം കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. എല്ലാം ഞാനൊന്ന് കവർ ചെയ്തെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനതിൽ ഉത്തരം തരാം. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം എന്നാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞങ്ങൾ ഹൈദരാബാദിൽ കറങ്ങിയ കൂട്ടത്തിൽ ഇഫ്ലു കറങ്ങിയിട്ടുണ്ട്, പിന്നെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി കറങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താണ് നിങ്ങൾ പറയാനുള്ളത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുക, അതേ ഉള്ളൂ. എൻ്റെ മോണിറ്റൈസേഷൻ ഇവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. അപ്പോൾ ശരി.